ശ്രീ സേനാപതി വേണു, എന്താണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവിനെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകം? മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാണുന്നത് ആദ്യമല്ല. പല വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത്. CPM PM ശ്രീ എന്ന പദ്ധതി നടപ്പാക്കുന്നതിന് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നതാണ്. ഒരിക്കൽ മന്ത്രിസഭാ യോഗം വരെ എത്തിയ വിഷയവുമാണ്. ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത്. ഇത്തരം ഒരു ബാന്ധവം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഇതിനുമേലുണ്ട് എന്ന് ആരോപിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി മാത്രമാണോ? രേണുക, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നയമാണ് പ്രധാനം. ആ നയം കൊണ്ടാണല്ലോ വ്യത്യസ്തമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മതിയല്ലോ. ഇപ്പൊ 2020 ജൂലൈ 29 ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത്. അപ്പൊ കോവിഡ് കാലഘട്ടമാണ്. അതിന് വേണമെങ്കിൽ ന്യായീകരണങ്ങൾ പറയാം, പാർലമെന്റിൽ ചർച്ചയുണ്ടായില്ല, ബാക്കി എന്തുമായിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 2020 നവംബർ 23 CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി യശശരീരനായി, ഇന്ന് അദ്ദേഹം ഇല്ല, ശ്രീ സീതാറാം യെച്ചൂരി വളരെ ദീർഘമായ ഒരു കത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എഴുതുകയുണ്ടായി. അതിൽ CPM നയമാണല്ലോ അദ്ദേഹം പറയുന്നത്. അതിൽ അതിരൂക്ഷമായി ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെയും അതോടനുബന്ധിച്ച് ഈ PM ശ്രീയെ കുറിച്ചുള്ള വളരെ രൂക്ഷമായ വിമർശനമാണ്. അതായത് ഇത് നടപ്പിലാക്കുന്നത് RSSന്റെ അജണ്ടയാണ്, അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ടയാണ് എന്ന രീതിയിൽ ഇതിനെ അതിശക്തമായി എതിർക്കുകയും അതോടൊപ്പം CPM പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടത്തുന്ന പാർട്ടി കോൺഗ്രസിലെ പ്രമേയത്തിലെ പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങളിത് നടപ്പിലാക്കില്ല, ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇത് നടപ്പിലാക്കില്ല എന്നൊരു നയം ഒരു പാർട്ടി പ്രഖ്യാപിച്ച് നിൽക്കുമ്പോൾ അത് പാർട്ടിയുടെ ഔദ്യോഗിക നയരേഖയായി വരികയും അത് പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുക്കുകയും ചെയ്തപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്തപ്പോഴേക്കും ഞങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് കിട്ടണം, അതുകൊണ്ട് PM ശ്രീയിൽ ഞങ്ങൾ ഒപ്പുവെക്കാതെ ഞങ്ങൾക്ക് എത്ര കാലം പോകാൻ കഴിയും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുമ്പോൾ ആ മന്ത്രിസഭയിലെ 4 മന്ത്രിമാർ ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. മുന്നണിയുടെ ഏകോപന സമിതിയുടെ കൺവീനർ അദ്ദേഹത്തിനും ഇതറിയില്ല. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയോട് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാ 10-ാം തീയതി ഏതായാലും പ്രധാനമന്ത്രിയും അമിത് ഷായും അതോടൊപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇരുണ്ട് വെളുക്കുന്നതിന് മുമ്പ് ഇത്ര ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിൽ CPM എല്ലാ നയങ്ങളെയും എതിർത്തുകൊണ്ട്, ഇടതുപക്ഷത്തിന്റെ എല്ലാ നയങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഒപ്പിടണമെങ്കിൽ ആ ഒപ്പിടലിന് മേൽ അത് കേവലം സാമ്പത്തിക സഹായം ലഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടെ എന്തൊക്കെയോ ചില ഉള്ളുകള്ളികൾ ഉണ്ട്, ചില ഒളിഞ്ഞിരിക്കുന്ന സംതിങ് ബിഹൈൻഡ് ദ കർട്ടൻ. അതെന്ത് എന്നുള്ളത് ശിവൻകുട്ടിക്ക് ഏതായാലും അറിയുമെന്നറിയില്ല. അത് പുറത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ പലവട്ടം ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണമാണ്. കാരണം ഇവർ തമ്മിൽ എന്തോ ഞാനിപ്പോ അന്തർധാര എന്നൊരു പദം, അതിപ്പം എന്താ പറയുക, സമൂഹം വല്ലാതെ ചിരിക്കുന്ന ഒരു പദമായതുകൊണ്ട് ഞാൻ ആ ഒരു പദത്തിലേക്ക് ഞാനത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തൊക്കെയോ ചില ഉള്ളുകള്ളികൾ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 2023 ഫെബ്രുവരി 13-ാം തീയതിയിലെ EDയുടെ സമൻസ്, അത് പിണറായി വിജയന്റെ മകനെ അഡ്രസ് ചെയ്ത് പിന്നെ അത് ആവിയായി പോകുന്ന സ്ഥിതിവിശേഷം, അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന 40-45 പ്രാവശ്യം മാറ്റിയിരിക്കുന്ന ലാവലിൻ കേസ്, അതോടൊപ്പം തന്നെ തൃശൂർ പൂരം കലക്കിയതുമായിട്ട് ബന്ധപ്പെട്ട DGPയുടെ റിപ്പോർട്ട്, അതിൽ ADGPയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് ഞങ്ങൾ മാത്രമല്ലല്ലോ ഈ കാര്യത്തിൽ സംശയം ഉന്നയിക്കുന്നത്. അപ്പോ ഈ സംശയം പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ CPM തുടക്കം മുതൽ ദേശീയ വിദ്യാഭ്യാസ നയവും ആ വിദ്യാഭ്യാസത്തെ നയത്തെ എതിർക്കുന്നതിന്റെ ഭാഗമായി നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബിന്ദുവിന്റെ ഒരു വാക്കുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞപ്പോൾ അതൊരു അപഹാസ്യമായി പോയി. അതായത് കേന്ദ്ര നയത്തെ ഒളിച്ചു കടത്തുന്ന BJPയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് പ്രസംഗിച്ചത്. അപ്പോൾ അന്ന് നിയമസഭയ്ക്കകത്ത് ശ്രീ VD സതീശൻ കണ്ണൂർ സർവകലാശാലയിൽ സവർക്കറുടെയും അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കളുടെയും ഒക്കെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനെ കുറിച്ച്, ദ ബഞ്ച് ഓഫ് തോട്ട്സിനെ കുറിച്ചൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് ഒരുപക്ഷെ രേണുകയും ഓർക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ കാലാകാലങ്ങളായി ഉയർത്തുന്ന, അതായത് BJPയും
CPM-ന്റെ കേരളത്തിൽ, അതായത് ഏക മുഖ്യമന്ത്രി, ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും തമ്മിൽ എന്തൊക്കെയോ ചില അന്തർധാരകൾ, ആ പദം വീണ്ടും ഉപയോഗിക്കുക, എന്തൊക്കെയോ ചില ധാരണകളുണ്ട്. ആ ധാരണകളുടെ അടിസ്ഥാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട്. അതല്ലാതെ 1400 കോടി, ഇതിന്റെ ഒരു കൗതുകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബ്ലോക്കിലെ 2 സ്കൂളുകൾ, ആ 2 സ്കൂളുകളുടെ മൊത്തത്തിൽ എണ്ണം കൂട്ടുമ്പോൾ 380 400 സ്കൂളുകളാണ്. അടുത്ത 5 വർഷക്കാലത്തേക്കേ ഉള്ളൂ. 6 വർഷം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതിനൊന്നും പ്രസക്തിയില്ല. അപ്പോ അതിന് കിട്ടുന്ന ഈ തുകയ്ക്ക് വേണ്ടിയാണോ CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ പ്രഖ്യാപിതമായ എല്ലാ നയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഘടകകക്ഷികളെയോ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയായ CPI-യെ പോലും മുഖവിലേക്ക് എടുക്കാതെ നേരം വെളുക്കുമ്പോഴേക്കും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി U വാസുകി ഡൽഹിയിൽ പോയി ഇത് ഒപ്പിട്ട് ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടിരിക്കുന്നു. ഒപ്പിടാനുള്ള കാരണം എല്ലാ കാലഘട്ടത്തിലും ഇതിനെ എതിർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഈ സംഘപരിവാർ ആശയങ്ങളെ ഒളിച്ചു കടത്തുന്നു എന്നതിന്റെ പേരിൽ ഇതിനെ കഴിഞ്ഞ 4-5 കൊല്ലക്കാലമായി എതിർത്ത CPM-ന് എങ്ങനെ 24 മണിക്കൂർ കൊണ്ട് അല്ലെ 48-72 മണിക്കൂർ കൊണ്ട് ഈ നയം മാറ്റം വന്നു എന്നുള്ളത് ശ്രീ ഡോക്ടർ ഗോപൻ പറയട്ടെ, CPM-ന്റെ പ്രതിനിധി എന്നതിൽ. അപ്പോ ഞങ്ങൾ പറയുന്നു, ഇതിൽ എന്തൊക്കെയോ ചില എന്താ പറഞ്ഞ ഇവർ തമ്മിലുള്ള ചില അന്തർധാര എന്ന വാക്ക് താങ്കൾ ഉപയോഗിച്ചില്ല, എന്തൊക്കെയോ സംതിങ് ഉണ്ട് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്. എന്തായാലും